ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വണ്ടിയുടെ പഴയ വണ്ടിയുടെ ഓയിൽ കുറേ നാൾ ഡ്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഓയിൽ ഡ്രെയിൻ നട്ടിൻ്റെ, അതായത് ആ കേസിങ്ങിൻ്റെ ത്രെഡ് പോകുക എന്നുള്ളത്. അതുകൊണ്ട് ഷോറൂമിൽ ചെന്നാൽ അവർ പറയുന്നൊരു കാര്യം, ആ കേസ് ഫുള്ളായിട്ട് മാറും എന്നൊക്കെയാണ്. പക്ഷേ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെ അത് റീത്രെഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു കുഞ്ഞൻ വീഡിയോ ഉണ്ട്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ടില്ല. ടൂ വീലർ ഉപയോഗിക്കുന്നവരിൽ പലരും അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് ഓയിൽ ഡ്രെയിൻ നട്ടിൻ്റെ ത്രെഡ് പോവുക, അല്ലെങ്കിൽ ആ ഓയിൽ ഡ്രെയിൻ കേസിങ്ങിൻ്റെ ത്രെഡ് പോവുക എന്ന് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോറൂമിൽ ചെന്നാൽ അവർ പറയും ആ കേസ് ഫുള്ളായിട്ട് മാറണമെന്നേ ഷോറൂമുകാർ പറയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എൻജിൻ നമ്പർ വരുന്ന ആ ഒരു കേസിങ്ങിലാണ്. അപ്പോൾ പിന്നെ RTO ഓഫീസിൽ പോകണം, അതിനുള്ള പേപ്പേഴ്സൊക്കെ വാങ്ങണം. പിന്നെ ഷോറൂമിൽ തന്നെ ഒരു വലിയ എമൗണ്ട് ആകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 100-200 രൂപ മുടക്കിയാൽ ഏതെങ്കിലും വണ്ടിയുടെ പണികളൊക്കെ ചെയ്യുന്ന ലേത്തിൽ കൊണ്ട് ചെന്നാൽ അവരത് റീത്രെഡ് ചെയ്ത് തരും. അത് വളരെ ഒരു മാക്സിമം ഒരു 10 മിനിറ്റത്തെ പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വണ്ടി അങ്ങോട്ട് ചരിച്ചിട്ടിട്ട് അവർ ചെയ്തു തരും. അത് കുറച്ച് നേരത്തെ പണി മാത്രമേ ഉള്ളൂ. പിന്നെ ഓയിൽ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കേസിങ് മാറണമെന്നുള്ളവർ മാറുക, പിന്നെ ത്രെഡ് ചെയ്യണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് ത്രെഡ് ചെയ്തതിന് ശേഷം പുതിയ ഓയിൽ ഒഴിക്കുക. കാരണം ഓയിൽ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. പിന്നെ ആ എൻജിൻ പോവും. വേറെ 100-200 സ്പെൻഡ് ചെയ്ത് ഇതുപോലെ ചെയ്യേണ്ടടുത്ത് നിങ്ങൾക്ക് എൻജിൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുമാത്രം രൂപയുടെ പണി വരുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അപ്പം നമ്മളിത് ശരിക്കും ഈ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ യൂട്യൂബിലൊരു കണ്ടൻറ്റായിട്ട് ഇടാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, വെറുതെ നമ്മൾ വണ്ടി കൊണ്ടുപോയപ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ ഇട്ട് തന്നാൽ കുറച്ച് പേർക്കെങ്കിലും പ്രയോജനമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, റീത്രെഡ് ചെയ്യുമ്പോൾ അവരൊരു അപ്സൈസ് ചെയ്തിട്ട് ഒരു നട്ടല്ല ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അതുപോലുള്ള ഇഷ്യൂ ഉണ്ടാകത്തില്ല, അതായത് ത്രെഡ് വീണ്ടും പോകാനുള്ള സാധ്യതയില്ല. തീർച്ചയായും അതൊരു നല്ല ചോദ്യം തന്നെയാണ്. കാരണം ത്രെഡ് വീണ്ടും പോകാനുള്ള സാധ്യത ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ത്രെഡ് അങ്ങനെ പോകുന്നത്? ഓവർ ഹീറ്റായിട്ടിരിക്കുന്ന ഒരു എൻജിൻ അത്രയും ഹീറ്റായിട്ടിരിക്കുന്ന സമയത്ത് ഓയിൽ ചേഞ്ച് നടത്തുമ്പോഴും, അതുപോലെ നമ്മൾ നട്ട് ഓവർ ടൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, വണ്ടിയുടെ എൻജിൻ ഒന്ന് കൂളായതിനു ശേഷം മാത്രം ഓയിൽ ചേഞ്ച് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നട്ട് ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതുപോലെ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതായത് ഡബിൾ സൈഡ് ത്രെഡ് വരുന്ന ഒരു സ്ലീവ് വെച്ചിട്ട് നമ്മുടെ നട്ട് അപ്സൈസ് ചെയ്യാതെ തന്നെ ലെയ്ത്തിൽ നിന്ന് ചെയ്തു തരും. എല്ലാ ലെയ്ത്തിൽ നിന്നും അത് ചെയ്തു തരുമോയെന്നറിയില്ല. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അത് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ പണി ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുമില്ല. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക.